പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുൻകാലത്ത് CPM-ൽ രൂപം കൊണ്ടിരുന്ന വിഭാഗീയത ഇന്ന് കള്ളക്കടത്ത് മാഫിയയുടെയും വർഗീയ ചേരിതിരിവുകളുടെയും പേരിലാകുമ്പോൾ CPM-ൽ രൂപം കൊള്ളുന്നത് ഇന്നുവരെ കാണാത്ത ഗ്രൂപ്പ് സമവാക്യങ്ങൾ. മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയന്റെ നിലപാടുകളിൽ അതൃപ്തരായവർ പുതിയ ഗ്രൂപ്പുമായി പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അവർ ആയുധമാക്കിയ PV അൻവർ മുന്നോട്ട് നീങ്ങുന്നത് CPM-ന്റെ അടിത്തറ ഇളക്കുന്ന നീക്കങ്ങളുമായി. എന്നാൽ ആത്യന്തികമായി CPM-ന്റെ സമ്പൂർണ്ണ നാശത്തിന് നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വഴിവെക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുധീഷ്, എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്? വീണ, CPM അടുത്തിടെ ഉണ്ടായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള നീക്കങ്ങൾ, അതിനെ PV അൻവർ വലിയ രീതിയിലുള്ള ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു ആരോപണമായി വരുമ്പോൾ അതിന് പിന്നിൽ നിന്ന് ശക്തി പകർന്നിരുന്നത് ഏറ്റവും പ്രധാനമായും പിണറായി വിരുദ്ധ ഒരു ചേരി. അതിന് ഏറ്റവും പ്രധാന കാരണം മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പിണറായി വിജയന്റെ ആ നീക്കങ്ങളും അത്തരം പ്രവർത്തനങ്ങളിലും എല്ലാം അതൃപ്തരായ വലിയ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരുന്നു. അതിൽ മന്ത്രിമാരുണ്ട്, അതിലുപരി മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുണ്ട്, കണ്ണൂരിലെ ശക്തമായ ഒരു ലോബിയുണ്ട്. അത്തരം ഒരു വലിയ ശക്തി മുന്നോട്ട് വന്നെങ്കിലും ഇവർക്ക് പിണറായി വിജയനെതിരെ പരസ്യമായി സംസാരിക്കുന്നതിനുള്ള പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നു വരാൻ അവർക്കൊരു അറപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അൻവറിനെ ആയുധമാക്കിക്കൊണ്ട് ഇവർ ശക്തമായി മുന്നോട്ട് വരുന്നത്. ഇത് ശക്തമായ രീതിയിൽ ഇപ്പോഴത്തെ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ശക്തമായി പാർട്ടിയുടെ താഴെ തട്ടിൽ വരെ എത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിൽ കേവലം മുഹമ്മദ് റിയാസിന് അപ്പുറം CPM-നുള്ളിലെ ഈ കള്ളക്കടത്ത് മാഫിയകളെ സംബന്ധിച്ച ഒരു വലിയ ചേരിതിരിവ്, ഇത്തരത്തിൽ രണ്ട് വിഭാഗങ്ങൾ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുമ്പോൾ അത്തരം ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരിന്റെ ഒരു ഭാഗവും ഇപ്പോഴത്തെ CPM-ന്റെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ആ രീതിയിലുള്ള ഒരു പോരാട്ടം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ രണ്ട് കൂട്ടർക്കുമിടയിൽ ശക്തമായ ഒരു ഭിന്നത ഉയരുമ്പോൾ തന്നെ അൻവറിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയരുന്നു. ഇതേ സാഹചര്യത്തിൽ പാർട്ടിയിലെ ഈ രണ്ട് വിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അൻവർ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ഒന്നുകിൽ അൻവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂർണ്ണമായും പോലീസിൽ അടക്കം സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ തുടരുക, അല്ലെങ്കിൽ CPM-നുള്ളിൽ നിന്നും വലിയ ഒരു ശക്തി, അതിൽ പ്രത്യേകമായും പറയുകയാണെങ്കിൽ തൻ്റെ ആദർശങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നവർ, അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ മതരാഷ്ട്രവാദികളിൽ നിന്ന് ഉള്ള ആൾക്കാർ, ഇവരെ എല്ലാം കൂടെ അടർത്തിക്കൊണ്ട് വലിയ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു തുടർഭരണത്തിന് CPM-നെ സഹായിച്ച ന്യൂനപക്ഷ വോട്ടുകൾ, അതിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ പൂർണ്ണമായും തൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇതിൽ നിന്നും മാറുക എന്ന ലക്ഷ്യത്തിലേക്ക് അൻവർ മാറിയതോടെ അതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിന് കേരളത്തിൽ കളമൊരുക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ പിണറായി വിജയൻ അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങളെല്ലാം മുതിർന്ന നേതാക്കളെ കൊണ്ട് ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം നടത്തുന്നു. അത്തരത്തിൽ CPM ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലൊക്കെ തീവ്രവാദം വളർത്തിയ അമേരിക്കയ്ക്ക് തന്നെ അത് തിരിച്ചടിയായി എന്ന് പറയുന്നത് പോലെ ഈ പിണറായി വിരുദ്ധ ചേരി എത്രത്തോളം അൻവറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, ആ അൻവറിന്റെ പിന്നിൽ നിന്ന് നൽകിയ ശക്തി അത് മറ്റ് പിണറായി വിരുദ്ധ ചേരിക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്ക് അൻവർ വളരുന്ന, ഇല്ലെങ്കിൽ അൻവർ ശക്തി പ്രാപിക്കുന്ന, ഇല്ലെങ്കിൽ അൻവറിന്റെ നിലപാടുകൾ ആ ഒരു നിലയിലേക്ക് മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതാണ് മറ്റൊരു വലിയ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി. ആ ഒരു ഘട്ടത്തിലാണ് അൻവറിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഇതേ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് മാഫിയ അടക്കമുള്ള ഇതുമായി അൻവറിന്റെ ബന്ധം സംബന്ധിച്ച ആരോപണങ്ങൾ ശക്തമാകുന്നു. അതിന്റെ സൂചന അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് തന്നെ വരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും CPM-നുള്ളിൽ നിന്നുകൊണ്ട് അൻവറിന്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നതോടെ ആ സംസ്ഥാന നേതൃപദവിയിലുള്ളവർ അടക്കം അൻവറിനെ കൈവിടുന്ന സാഹചര്യം വരുന്നു. എന്നാൽ അതിൽ കൂസാതെ തന്നെ അൻവർ മുന്നോട്ട് പോകുമ്പോൾ അൻവറിന് ശക്തി പകരുന്നത് ഈ മതരാഷ്ട്രവാദികളും ഇത്തരം വലിയ ഒരു ശക്തി കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലൂടെ പോരാടുന്ന പോരാളി ഷാജി അടക്കമുള്ളവർ അൻവറിനൊപ്പമാണ് നിലനിൽക്കുന്നത്. അവർക്ക് അവരുടേതായ കൃത്യമായ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചു പോകുന്നു. ഇതേ സാഹചര്യത്തിൽ പിണറായി വിജയന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ച് അത്തരം ഒരു നയങ്ങളുമായി
നയവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അസ്വസ്ഥരായവർ വളരെ കൂടുതലാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ പൂർണ്ണമായും ആഭ്യന്തര വകുപ്പ് തകർന്നു എന്ന യാഥാർത്ഥ്യം അത് അൻവറിലൂടെ പൊതുസമൂഹം മൊത്തം പാർട്ടിയുടെ താഴെ തട്ടിൽ വരെ അതിലേക്ക് ഗൗരവതരമായ ഒരു ചർച്ച എത്തി നിൽക്കുന്നു. അതിന് എത്ര പ്രാധാന്യത്തോടെ ഈ സമ്മേളനത്തിൽ സജീവമാക്കി ആ ചർച്ച കൊണ്ടുപോകാം എന്നതിലേക്കാണ് പിണറായി വിരുദ്ധ വിഭാഗം ശക്തമായി തന്നെ ആലോചിക്കുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെ പിണറായി വിരുദ്ധ വിഭാഗത്തിനും അവർക്കും മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം പലരുടെയും ശക്തി വേണം. അതിന് നെറിയട്ട രാഷ്ട്രീയ കളികളുമായി അവരും മുന്നോട്ട് പോകുമ്പോൾ അവരും കൂട്ടുപിടിക്കുന്നത് അൻവറിനെ പോലെയുള്ള ആൾക്കാരെയാണ് എന്നതാണ് ഒരു നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സാഹചര്യം.